സ്വപ്നം പോലെ. ദാമ്പത്യ ജീവിതം എങ്ങനെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരും പറയുന്നത് അവരവരുടെ ശരികളാണ് ശരി. ഭാര്യയ്ക്കുണ്ടാകും ഒരു ശരി, ഭർത്താവിനും ഉണ്ടാകും ശരി. ബെസ്റ്റ്. ഇപ്പൊ കാണാൻ പറ്റിയ പരിപാടി. എങ്കിലും ദാമ്പത്യ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാര്യയുടെ ശരി ഭർത്താവും ഭർത്താവിന്റെ ശരി ഭാര്യയും അംഗീകരിക്കുന്നതാണ് ഉത്തമം. എന്തിനാ നിർത്തിക്കളഞ്ഞത്? കേട്ടു പഠിക്കാറുന്നില്ലേ? കളിയാക്കണ്ട. അസിഡിറ്റി പണി തുടങ്ങിന്നാ തോന്നുന്നേ. ഞാൻ ആ പാല് കൊണ്ടുവരാം. അതിപ്പോ തണുത്തിട്ടുണ്ടാവും. ഇതേ അമ്പലത്തിലെ മണിയല്ല. ഇങ്ങനെ തുറന്നുരാന്നടിക്കാൻ ഒരു ബെല്ലടിച്ചാ പോരെ, ഞാൻ വരായിരുന്നല്ലോ. ആ സുമ ചേച്ചി ആയിരുന്നെങ്കില് ഒറ്റ ബെല്ലിന് കഥ തുറന്നേ. ഇതിപ്പോ എത്ര നേരം അടിച്ചിട്ട് ചേച്ചി വന്നത്? ദൈവമേ, മണി 7 ആയല്ലോ. ഇത്ര വൈകിട്ടാണോ പാലുകൊണ്ട് വരണേ? അതിരാവിലെ വന്ന് ചേച്ചി ശല്യം ചേർന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സുമ ചേച്ചി. പിന്നെ ആ പാൽക്കാരൻ ചെക്കൻ്റെ അടുത്ത് രാവിലെ 7 മണിക്ക് മുമ്പ് വന്ന് എന്റെ അമ്മേനെ ശല്യം ചെയ്യുന്ന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഒരു മിനിറ്റ്. കഴിഞ്ഞ മാസത്തെ പാലിന്റെ കണക്കാ. എന്റെ ദൈവമേ, 2500 രൂപയോ? നീ ഇതിൽ ചേർക്കുന്ന വെള്ളത്തിന് വില കൂട്ടിയോ? എന്റെ പൊന്നു ചേച്ചി, കഴിഞ്ഞ മാസം മുതൽ സാറിന്റെ കല്യാണം കഴിയുന്നവരെ ദിവസം 2 ലിറ്റർ പാൽ അധികം വേണം ചേച്ചി പറഞ്ഞുകൊണ്ടാ. ശരി ശരി, നീ ഇപ്പൊ ചെല്ല്. തിങ്കളാഴ്ച വരുമ്പോ ഞാൻ കാശ് എടുത്ത് വെച്ചേക്കാം. ചേച്ചി പിന്നെ ഇനി എന്നാ സുമതേച്ചി ഇങ്ങോട്ട് വരുവാ? സുമതേച്ചി വിളിക്കുമ്പോ എന്റെ അന്വേഷണം പറഞ്ഞേക്കുക. എന്റെ എല്ലാവിധ വിവാഹാശംസകളും ചേച്ചി വിളിക്കുമ്പോൾ പറഞ്ഞേക്കണേ. ശരി ചേച്ചി. നീ എന്താ ഇങ്ങനെ? ഇത്രയും കാലം സുമിയുടെ കല്യാണം നടക്കാത്തതിലായിരുന്നു നിനക്ക് വിഷമം. ഇപ്പൊ അവള് കല്യാണം കഴിഞ്ഞ് പോയതിന്റെ പേരിലാണോ നീ സങ്കടപ്പെടുന്നത്? അവള് പോയിന് ചന്ദ്രന് വലിയ സങ്കടം. ഇപ്പോഴാ അവളുടെ മുന്നിലൊരു ജീവിതം ഉണ്ടായത്. അതോർത്ത് നമ്മൾ സന്തോഷിക്കുക വേണ്ടത്. എനിക്ക് സന്തോഷം തന്നെ ചന്ദ്രേട്ടാ. എന്നാലും അവളെ വീട്ടിൽ നിന്നോ നമ്മുടെ ജീവിതത്തിൽ നിന്നോ മാറ്റി നിർത്താൻ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളല്ല. സുമി പോയതിനു ശേഷം ഈ വീട്ടിൽ അവൾ എന്തായിരുന്നത് നമുക്ക് മനസ്സിലാവണത്. എത്ര കരുതലോടെ അവൾ നമ്മൾ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നോക്കിയിരുന്നെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. സത്യത്തിൽ ഞാൻ ഈ വീട്ടിൽ പേരിന് മാത്രം ഒരു അമ്മയായിരുന്നു. എന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് അവളായിരുന്നു. അവളില്ലാത്ത ഈ വീട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എനിക്കൊരു പിടിയില്ല ചന്ദ്രേട്ടാ. എല്ലാം ശരിയാവും ഇന്ദിരേ. സുമി ഈ വീട്ടിൽ ഇല്ല എന്ന യാഥാർത്ഥ്യവുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടേ പറ്റൂ.
8 സുമിത 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 എഴുന്നേൽക്ക്, നേരം പോയി. ഒന്ന് ശല്യം ചെയ്യാൻ പോകുന്നുണ്ട് നന്ദു. ഞാൻ ഇതിരി കൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. സുമിത, ഇത് ഞാനാ ഗിരി. എഴുന്നേക്ക്. ഹലോ. നേരം വെളുത്തു. മണി 8 മണി 8 എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നേരം വെളുത്തു. ഇന്നലെ രാത്രി നമ്മൾ രണ്ടുപേരും ഇവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഇപ്പൊ 8 മണിയായി. 10 മണിക്ക് ഗൃഹപ്രവേശനത്തിന് വീട്ടിലെത്തേണ്ടതല്ലേ? 8 മണിയായോ? എന്റെ ദൈവമേ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സമാധാനത്തോടെ എഴുന്നേറ്റ് റെഡിയായാ മതി. സമയമുണ്ട്. സാധാരണ ലേറ്റ് ആയിട്ടാണോ ഇയാൾ എഴുന്നേക്കാറ്? എന്നും രാവിലെ വളരെ നേരത്തെ എഴുന്നേക്കുന്ന ആളാ ഞാൻ. പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ കൂടെ പറ്റിയില്ലല്ലോ. കണ്ണടച്ച് തന്നെ സമയം 6 മണി കഴിഞ്ഞപ്പോഴാ. അയ്യോ, അതെന്താ അങ്ങനെ? അതെ, എന്താ ഉറങ്ങാതിരുന്നത്? ഗിരിധർ, ഗിരിധർ. എനിക്ക് പൂക്കൾ അലർജിയാ സുമിതേ.
സുമിത ഇപ്പോഴും കാര്യം പറഞ്ഞില്ല. അത് പിന്നെ ഇവിടുത്തെ പുതിയ അന്തരീക്ഷവും പിന്നെ ചില ശബ്ദങ്ങളൊക്കെ കേട്ടപ്പോ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ശബ്ദങ്ങളോ? എന്ത് ശബ്ദം? എന്നിട്ട് ഞാനൊന്നും കേട്ടില്ലല്ലോ. അതെങ്ങനെയാ ഗിരിധരനെ കേൾക്കാൻ പറ്റാ? അതെന്താ, എന്റെ ചെവിക്ക് കുഴപ്പമുണ്ടോ? ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഈ മുറിയിൽ എന്തെങ്കിലും ശബ്ദം ഉണ്ടെങ്കിൽ അത് ഞാനും കേൾക്കണ്ടേ? അതൊരു ചെറിയ കേക്കല്ലേ, അത് കഴിച്ച എന്താവാനാ? ചെറിയ കേക്ക്. ഞാൻ പോട്ടെ, ഫുഡ് ഓർഡർ ചെയ്യട്ടെ. ഹലോ, ഇത് റൂം നമ്പർ 202 എന്നാണേ. Good morning, sir. We wish you a happy married life. താങ്ക് യു. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ അവൈലബിൾ ആയിട്ടുള്ളത്? ഇന്ത്യൻ ആൻഡ് കോണ്ടിനെന്റൽ അവൈലബിൾ ആണ് സർ. എന്താ വേണ്ടെന്ന് സാറ് പറഞ്ഞാൽ മതി. അതെ, സൗത്ത് ഇന്ത്യൻ വെറൈറ്റീസ് എല്ലാം എടുത്തു. എല്ലാന്ന് പറഞ്ഞ ലൈക്ക് ഒരു മസാല ദോശ, 2 സെറ്റ് ചപ്പാത്തി, പിന്നെ ഇഡ്ഡലി ഉണ്ടെങ്കിൽ എങ്കിൽ അതും എടുത്തു. മതിയോ സർ? പിന്നെ ബ്രെഡ് ടോസ്റ്റ് ആൻഡ് ഓംലെറ്റ്. യെസ് സർ. ടീ ഓർ കോഫി? 1 മിനിറ്റ്. സുമിതേ, ടീ ഓർ കോഫി? കോഫി മതി. ഒരു കോഫി, ഒരു ടീ. വേറെന്തെങ്കിലും വേണോ സർ? ബോയിൽഡ് എഗ്സ് ഒരു 4 എടുത്തോളൂ. ദൈവമേ, ഇത് 4 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടല്ലോ. ഇതൊക്കെ ആര് കഴിച്ചു തീർക്കും? ഓക്കെ, താങ്ക് യു സർ. ജസ്റ്റ് എ മിനിറ്റ് പ്ലീസ്, ഹോൾഡ് ഓൺ. സുമിതേ, എനിക്കുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇയാൾക്ക് എന്താ വേണമെന്ന് പറഞ്ഞോ. സുമിത, അവര് ഹോൾഡ് ചെയ്യാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണമെന്നില്ല. എനിക്ക് കോഫി മാത്രം മതി. ഇത് എന്തൊരു ജന്മമാണ്. രാവിലെ ഇയാൾക്ക് വിശക്കില്ലേ? ഓക്കെ, എന്നാ സുമിതയ്ക്ക് ഇഷ്ടപ്പെട്ട പുല്ലും വൈക്കോലും പറയട്ടെ. ഗ്രീൻ സാലഡേ. വേണ്ട, എനിക്കൊന്നും വേണ്ട. അതെ, ഗൃഹപ്രവേശവും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോൾ മിക്കവാറും നേരം വൈകും. അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും കഴിക്കുന്നതാണ് ബുദ്ധി. ഞാൻ അവിടെ ഇരിക്കുന്ന ഫ്രൂട്ട്സ് കഴിച്ചോളാം. എനിക്കത് മതി. അപ്പൊ പറഞ്ഞ ഇത്രയും മതി. താങ്ക്സ്. 1 മിനിറ്റ്. 2 ഓറഞ്ച് ജ്യൂസ് കൂടെ എടുത്തോ. സുമിതയുടെ അതേ പ്രശ്നം എനിക്കും ഉണ്ട്. ഈ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലേ എനിക്കും അധികം അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല.
ഇത്രയും കാശൊക്കെ അങ്ങനെ കൊടുത്തത്? എന്താ $50? കമോൺ, $50 എന്ന് പറഞ്ഞ ഇന്ത്യൻ മണി എത്രയാണെന്ന് നീ ആലോചിച്ചോ? 10,000-4,000 രൂപ അടുപ്പിച്ച് വരും. സോ വാട്ട്? ഐ എം സാനിയ നമ്പ്യാർ, കോടീശ്വരനായ ഗിരിധർ നമ്പ്യാരുടെ സഹോദരിയാ ഞാൻ. എന്നിൽ നിന്ന് അവരത് പ്രതീക്ഷിക്കും ശ്രീ. എവിടെയെങ്കിലും ഒരു യാത്ര പോകുമ്പോ സ്വന്തമായിട്ട് ഒരു പെട്ടി പോലും പാക്ക് ചെയ്യാൻ അറിയാത്ത ആളാ ഈ വാചകം അടിക്കുന്നത്. എനിക്കൊന്നും ശീലമില്ല ശ്രീ. വീട്ടിലാണെങ്കിൽ അതെല്ലാം സെർവൻസ് ചെയ്യും. ഇവിടെ വന്നിട്ടുണ്ടായ അനുഭവമൊക്കെ വെച്ച് നോക്കുമ്പോ ഹണിമൂൺ ട്രിപ്പിന് പോരാനുള്ള എന്റെ തീരുമാനം തെറ്റാന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. അതൊക്കെ പോട്ടെ, എപ്പോഴെങ്കിലും നിനക്ക് ബോധം ഉണ്ടായല്ലോ, അത് തന്നെ ധാരാളം. ഇനിയെങ്കിലും വേഗം തിരിച്ചു ചെന്ന് നമുക്ക് ചടങ്ങൊക്കെ നടത്തണം. എന്തായാലും നമ്മൾ തിരിച്ചു വരുന്നു അറിയുമ്പോ സുമി ചേച്ചിക്കും ഗിരിയേട്ടനും നല്ല സന്തോഷാവും. അതെ, നിന്റെ ഈ തീരുമാനം നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കും. ഗൃഹപ്രവേശത്തിന് വേണ്ടി ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നീ വരുന്നു അറിയുമ്പോ തന്നെ നമ്മുടെ ബന്ധുക്കളുടെ ആരുടെയെങ്കിലും മനസ്സില് നിന്നോട് എന്തെങ്കിലും ഒരു കരട് ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടേം ചെയ്യും. താങ്ക് യു സോ മച്ച് സനു, ഇങ്ങനൊരു നല്ല തീരുമാനം എടുത്തേന്. എന്നാലേ നീ റിസപ്ഷനിൽ വിളിച്ചിട്ട് നമ്മുടെ ലഗേജ് ഒക്കെ താഴേക്ക് കൊടുക്കാൻ പറ. ഞാനൊരു ക്യാബ് അറേഞ്ച് ചെയ്തിട്ട് വരാം. ഗൃഹപ്രവേശം മണ്ണം കട്ട. എന്റെ പോസ്റ്റ് വെഡിങ് പാർട്ടിക്കായി കല്യാണത്തിന് എത്താൻ പറ്റാത്ത ഫ്രണ്ട്സ് ഒക്കെ നാട്ടിലെത്തിയിട്ടുണ്ട്. ആൻഡ് ദേ ആർ ഓൾ വെയിറ്റിംഗ് ഫോർ മീ. എനിക്ക് അവരെ നിരാശരാക്കാൻ പറ്റില്ലല്ലോ ശ്രീ. നീ എന്റെ താല്പര്യങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നൽകാത്ത ഒരാളായോണ്ടാ എനിക്ക് നിന്നോട് ഇങ്ങനെ കള്ളം പറയേണ്ടി വരുന്നത്. ഐ എം സോറി ശ്രീ. ഗിരി, നിന്റെ താമസ സ്ഥലത്തേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുക. ഇത്തവണ നീ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. ഞാൻ രണ്ടും കൽപ്പിച്ചു തന്നെ. തനിക്കൊന്നും വേണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ, അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തേനെ. കോഫി ഇതേ ഇരിക്കുന്നു, ചൂടാറുന്നതിനും എടുത്ത് കുടിച്ചോ. ഞാനേ കഴിക്കുന്ന കാണുമ്പോ സുമതിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം തോന്നുന്നുണ്ടോ? ഇല്ല. സുമിത എന്തൊരു വിചിത്ര ജീവിയാ. പിന്നെ നാലാൾക്കുള്ള ഭക്ഷണം ഒരുമിച്ച് തട്ടിവിടുന്നത് ഇയാളാണ് വിചിത്ര ജീവി. എന്താ എന്തേലും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ല.